ഫസ്റ്റ് ടൈമാണ് 5 കുട്ടികളൊക്കെ ഒരു അറ്റംപ്റ്റിൽ ബോത്ത് ഗ്രൂപ്പ് പാസ്സായത്. കാരണം ഇവിടെ ഫാക്കൽറ്റി പൂള്, മെൻറ്റേഴ്സ്, നല്ല അക്കാദമിക് ടീം, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ്. പിന്നെ ഇവരെടുത്ത ആ ഒരു റിസ്ക് എഫേർട്ട്. നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഇതിൽ പഠിക്കുന്ന കണ്ടന്റ് വാല്യുബിൾ ആണോ, ഫ്യൂച്ചറിസ്റ്റിക് ആണോ, ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യൽ ഉള്ള സാധനമാണോ, എല്ലാം ചുമ്മാ എല്ലാവരും പറയുന്ന പോലെ ജസ്റ്റ് 1 ഇയർ കൊണ്ട് എന്തോ ഒരു തട്ടിക്കൂട്ട് കോഴ്സ്? ഓൾമോസ്റ്റ് ഇപ്പം ഈ ടോപ്പ് 4 കമ്പനീസിനെ നമുക്ക് നോക്കിയപ്പം അവിടെ എല്ലാത്തിനകത്ത് ഈ ഒരു പോസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് നോക്കുമ്പോൾ ഇതേപോലെ ബഡ്ജറ്റിംഗ്, വേരിയൻസ് അനാലിസിസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒപ്പം വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സും കൂടി നോക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇപ്പോൾ പഠിച്ചു പോയ ഒരു പഠിക്കും എന്നുള്ളൊരു തോട്ടുണ്ട്. അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അല്ല, ഇത്രത്തോളം ആയില്ലേ, ഇനിയിപ്പോൾ ജോബൊക്കെ എന്തായാലും എൻ്റെ കൂടെ എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടും. ഹർഷ സാറേ, നമ്മളിപ്പോൾ കുറച്ച് കാലമായല്ല ടീച്ചിങ്ങിൽ ഇങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ നമ്മുടെ ട്രിപ്പിൾ ഒരു 2-3 ഇയേഴ്സ് ജേണിയിൽ ഫസ്റ്റ് ടൈമാണ് 5 കുട്ടികളൊക്കെ ഒരു അറ്റംപ്റ്റിൽ ബോത്ത് ഗ്രൂപ്പ് പാസ്സായത്. വലിയൊരു അച്ചീവ്മെൻറ്റാണ്. നമ്മൾ ആസ് എ ടീച്ചറുടെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അച്ചീവ്മെൻറ്റാണ്. എന്താണ് സാറിന് ഈ മൊമെൻറ്റിൽ ഈ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ 3 ആൾക്കാർക്കും കൺഗ്രാറ്റ്സ്. അല്ല, കൂടെ 2 ആളും കൂടി വന്ന് 2 ആൾക്കാർ പുറത്താണ്. അതെ അതെ. അപ്പോൾ സാറ് പറഞ്ഞെടുത്ത് ഞാനിപ്പോൾ ഒരു 7 വർഷമായിട്ട് പഠിപ്പിക്കുക. അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 5 ആൾക്കാർ ബോത്ത് എഴുതി പാസ്സാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ വേറെ എവിടെയും, ഇനി എൻ്റെ മിസ്റ്റേക്ക് ആണെന്നറിയില്ല, ഞാൻ എവിടെയും പോസ്റ്ററിൽ ഒന്നിലും കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കാണാൻ ഹൈലൈറ്റ് ചെയ്യുമല്ലോ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഹൈലൈറ്റ് ചെയ്യുമല്ലോ. എനിക്കൊന്ന് ട്രിപ്പിൾ ഐൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റും കൂടിയാണ്. തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഫാക്കൽറ്റി പൂള്, മെൻറ്റേഴ്സ്, നല്ല അക്കാദമിക് ടീം, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ്. പിന്നെ ഇവരെടുത്ത ആ ഒരു റിസ്ക് അല്ല, അത് കാണാതെ പറ്റില്ലല്ലോ. സജസ്റ്റ് ചെയ്തപ്പോൾ എന്തായാലും എഴുതാന്നുള്ളൊരു അവർ ആക്സെപ്റ്റ് ചെയ്തല്ലോ. രാജു, നിനക്ക് എങ്ങനെയാടാ ബോത്ത് എഴുതിയപ്പോൾ എന്താ തോന്നുന്നു? ബോത്ത് ഫസ്റ്റ് എഴുതാൻ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ എന്താ കൺസേൺ? എന്താ പൈസ പോകുന്നില്ലെന്നാണോ കൺസേൺ? ഒന്നാമത് ഡോളറാണല്ലോ. അതെ, പൈസ പോകുന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാനും എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ബോത്ത് എടുത്തത്. ഇപ്പം തോന്നുന്നു? ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു CMUSA പോലുള്ള കോഴ്സിൽ കുറച്ചൊരു സ്റ്റഡി പ്ലാൻ ഒരു 3-4 months ഒക്കെ കിട്ടുകയാണെങ്കിൽ ബോത്ത് തന്നെയല്ലേ ബെസ്റ്റ്? കറക്റ്റ്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫാക്കൽറ്റീസൊക്കെ പറയുന്നത് പോലെ ആവുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് നല്ലത്. കാരണം ഒരു ഇരുത്തം, ഒരു പഠിത്തം, ഒരു എഴുത്ത്, പിന്നെ ബോത്ത് അങ്ങ് ഒരുമിച്ച് അടിച്ചിട്ട് വരിക. പിന്നെ അല്ലാതെ അതിലേറ്റവും എനിക്ക് പറയാനുള്ളത് ഇർഫാന് +2 കഴിഞ്ഞിട്ട് വരുന്നത്. പല കുട്ടികളും ഇപ്പോഴും +2 കഴിഞ്ഞിട്ട് എക്സാം പോലെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇവളുടെ കൂടെ പഠിച്ച മറ്റ് +2 പഠിച്ച സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടേ ഉണ്ടാവും. കോളേജിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ഒരു സമയമാണ്. ആ ഒരു സമയം കൊണ്ട് ഇർഫാൻ എന്ത് തോന്നുന്നു ഇപ്പോൾ പാസ്സായപ്പോൾ? സന്തോഷമുണ്ട്, പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇത് CMA ഡ്യൂറേഷൻ 1 ഇയർ കോഴ്സ് ഇത്ര ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ എത്താൻ വേണ്ടി തന്നെ ബട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു, 1 ഇയർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, അതോ ഇത് ഇങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ ബോത്ത് എടുത്തോണ്ട് കറക്റ്റ് ഒരു ഇയറിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് എനിക്കും ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ തോന്നുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ എടുത്തത്. ശ്രീരാമിലേക്ക് വരുമ്പോൾ ശ്രീരാമും രാജുവും ഇവർ രണ്ടാളും, പിന്നെ വേറെ 2 ആൾക്കാരുണ്ട്. അവർ 2 ആളും ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നതാണ്. നിങ്ങളിപ്പോൾ എന്താണ് നെക്സ്റ്റ് ഇപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു കടമ മാത്രമേ ബാക്കിയുള്ളൂ. ശരിക്കും ഈ ടൈം സേവ് ചെയ്ത് നിങ്ങൾക്കുണ്ടായ അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പോൾ ഈ ഒരു 1 ഇയർ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്തായാലും വേണം. ഇപ്പം ഇപ്പോഴത്തെ ഒരു വേൾഡിന് വെച്ചാൽ ഇപ്പം നമുക്ക് BCom ഡിഗ്രി മാത്രം കാര്യമില്ല. ബിക്കോസ് കോളേജ് പ്ലേസ്മെൻറ്റ്സ് ആണ്, പക്ഷെ സാലറി ഒരു ചലഞ്ചിങ് മൊമെൻ്റാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉറപ്പായിട്ട് വേണം. അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വന്നപ്പം നമുക്ക് എല്ലാവർക്കും CA കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കും CMA USA അറിയത്തില്ല, CMA India അറിയത്തില്ല. CS പിന്നെയും കുഴപ്പമില്ലാണ്ട് കുറച്ച് ആൾക്കാർക്ക് അറിയാം. എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, CS സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്യുവർ തിയറി ആയതുകൊണ്ട് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് CMA India അറിഞ്ഞു. 3 years ആയിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഷോർട്ട് ടേം കോഴ്സ് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. അപ്പോൾ CMA USA കണ്ടുപിടിച്ചത്. പിന്നെയും ഇനിയും സോർട്ട് ഔട്ട് ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടുപിടിക്കാൻ വന്നപ്പോൾ നമുക്ക് അവിടെയും പബ്ലിക്കായിട്ടൊരു ഒപ്പീനിയൻസ് 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഞാൻ ട്രിപ്പിൾ ആ സമയത്ത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അതും ഇതേപോലെ സോർട്ട് ഔട്ട് ചെയ്ത് വന്ന് ട്രിപ്പിൾ ഐനെ കുറിച്ച് അറിഞ്ഞു. പിന്നെ ഇവിടെ വന്ന് സംസാരിച്ചപ്പം ഫാക്കൽറ്റീസിനെ കുറിച്ച് അറിഞ്ഞു.
അപ്പോൾ ഇവിടെ തന്നെ ജോയിൻ ചെയ്യണമെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ജോയിൻ ചെയ്തു. ഇപ്പോൾ തോന്നുന്നു അത് നല്ലൊരു ഡെസിഷനായിരുന്നു. കാരണം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് ആ ഫാക്കൽറ്റീസാണ് ഒരു റീസൺ. അതേപോലെ തന്നെ സന്തോഷം പാസ്സായപ്പം. ഞാൻ വേറൊരു കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ കുറേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻറ്റ് കാണുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഇതൊരു 1 ഇയർ കോഴ്സ് അല്ലേ? ഇപ്പോഴും ഒരു വലിയൊരു ഗ്രൂപ്പ് ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നത്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്, ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ നിങ്ങൾ പഠിച്ച ആൾക്കാരാണല്ലോ. അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഇതിൽ പഠിക്കുന്ന കണ്ടൻറ്റ് വാല്യുബിൾ ആണോ? ഫ്യൂച്ചറിസ്റ്റിക് ആണോ? ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യൽ ഉള്ള സാധനമാണോ? അല്ല ചുമ്മാ എല്ലാവരും പറയുന്ന പോലെ ജസ്റ്റ് 1 ഇയർ കൊണ്ട് എന്തോ ഒരു തട്ടിക്കൂട്ട് കോഴ്സ്. എന്താ നിങ്ങളുടെ രാജു? എനിക്ക് തോന്നുന്നു ഇവൻ്റെ ക്ലാസ്സിൽ ഇവനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. മറ്റുള്ള ഒരുപാട് ആൾക്കാരെ പഠിപ്പിക്കുകയും ചെയ്തതാണ്. ഇപ്പം മെയിൻ ഒരു ഡിഫറൻസ്, ഞാൻ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിരുന്നു. അപ്പം അവിടെ കോർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ ടാക്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം നമുക്കറിയാം ഇന്നത്തെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അനാലിസിസും വേരിയൻസ് അനാലിസിസും ഒക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഒരു ടോപ്പിക്സിലോട്ട് വന്നപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉറപ്പായിട്ടുണ്ടായി. കാരണം മറ്റേത് ടാക്സ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 4 സെംസ് എനിക്ക് ടാക്സ് തന്നെയായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വന്നത്. ഇവിടെ വന്നപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ജോലി നോക്കാൻ തുടങ്ങി. അപ്പം ഓൾമോസ്റ്റ് ഇപ്പം ഈ ടോപ്പ് 4 കമ്പനീസിനെ നമുക്ക് നോക്കിയപ്പം അവിടെ എല്ലാത്തിനകത്ത് ഈ ഒരു പോസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് നോക്കുമ്പം ഇതേപോലെ ബഡ്ജറ്റിംഗ്, വേരിയൻസ് അനാലിസിസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പം ഞാനിപ്പോൾ ഈ കോഴ്സ് എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് അപ്ലൈ ചെയ്യാൻ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പം അതും കൂടാണ്ട് 1 ഇയർ കോഴ്സാണ്. ഈ ഒരു 1 ഇയർ കോഴ്സിൽ നമ്മളിത് പഠിച്ച് തീർത്ത് പെട്ടെന്ന് ഇപ്പം എനിക്ക് 23 ആവാൻ പോകുന്നേ ഉള്ളൂ. ലക്കുണ്ടെങ്കിൽ പെട്ടെന്നായിട്ട് ജോലിയും കയറാം. അല്ല ഇത്രത്തോളം ആയില്ലേ, ഇനിയിപ്പോൾ ജോബൊക്കെ എന്തായാലും എൻ്റെ കൂടെ ജോലി എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു നോളേജ് ഉറപ്പായിട്ട് ആ ഒരു യൂസാണ് നമുക്ക് വരുന്നത് ഈ ഒരു കോഴ്സ് എടുക്കും. ഇർഫാൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെയാണ്? എൻ്റെ ഇനി നമുക്കൊരു തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, ബട്ട് പ്രാക്ടിക്കലി വരുമ്പോൾ നമുക്കൊരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ളൊരു നോളജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആദ്യം അതൊന്ന് പോയി ഏതെങ്കിലും ഒരു ഫെമിൻ്റെ അണ്ടറിൽ പോയി പണി പഠിക്കാമെന്നുണ്ട്. അതിപ്പോൾ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് പിന്നെ ഇന്റേൺഷിപ്പ് കിട്ടുകയാണെങ്കിൽ അത് ചെയ്യും. പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒപ്പം വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സും കൂടി നോക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇപ്പൊ പഠിച്ചു പോയ പഠിക്കും എന്നുള്ളൊരു തോട്ടുണ്ട്. അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അന്ന് റിസൾട്ട് വന്നപ്പോൾ രാവിലെ എനിക്ക് മെസ്സേജ്, എനിക്കത് രാവിലെയാണെന്ന് തോന്നുന്നു അയച്ചത്. അപ്പോൾ അന്ന് ആ സമയത്ത് തന്നെ ലാസ്റ്റ് സാറേ ഞാൻ CA എടുത്താലോ? ഞാൻ പറഞ്ഞ ഇന്നത്തെ ഒരു തോന്നലാണ്, നമുക്ക് രാത്രി സംസാരിക്കാം. പക്ഷെ ആളെന്തായാലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കും, എനിക്ക് ഉറപ്പാണ് അല്ലേ? എന്തായാലും എടുക്കും. ഇവൾക്ക് ഈ ചെറിയ പ്രായത്തിൽ വലിയ വലിയ കാര്യമൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ ഇനിയും ത്രില്ലായിരിക്കും. ആ റിസൾട്ട് വരുന്ന ഒരു മൊമെൻ്റ് ഇല്ലേ, നമ്മളെല്ലാവരും എല്ലാ പ്രൊഫഷണൽ കോഴ്സും ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ പ്രൊഫഷണൽ കോഴ്സ് ആയാലും അവസാനം കൺഗ്രാജുലേഷൻ അല്ലെങ്കിൽ പാസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കാണുമ്പോൾ നമുക്ക് ആ ഒരു മൊമെൻ്റ് ഉണ്ട്. അത് ഇപ്പോൾ പറയുമ്പോൾ പോലും നമുക്ക് ഒരു ഫീലാണ്, അത് വല്ലാത്തൊരു ഫീലാണ്. ഉണ്ടായിരുന്നു ആ ഒരു റിസൾട്ട് വന്ന് പാസ്. കാരണം ഇപ്രാവശ്യത്തെ റിസൾട്ട് എന്നൊക്കെ പറയുന്നത് സാധാരണ പോലെയല്ല. അതായത് വന്നിട്ട് വെയിറ്റ് ചെയ്യാൻ പറയാം. നമ്മൾ ക്യൂലാണ്, നിങ്ങൾ ക്യൂലാണ് 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ പറയാം. ചില ആൾക്ക് റിസൾട്ട് വന്നു, പാസ് എന്നുണ്ട്, സ്കോറില്ല. അപ്പോൾ ചോദിക്കുക സാറേ ഇത് പാസ്സാവോ? ഇനി പാസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് തോക്കോ? ഇനി സ്കോർ വന്നിട്ടുണ്ടോ? അതന്നല്ലേ ഒറിജിനൽ എന്നല്ലേ സ്കോർ? അപ്പോൾ ആ ഒരു മൊമെന്റ് എന്താ ശരിക്കും ആ സമയത്ത്? ഫസ്റ്റ് ഞാൻ പാർട്ട് 2 ആണ് ആദ്യം അറ്റൻഡ് ചെയ്ത്. പാർട്ട് 2 എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേ ആ എസ് ഓപ്പൺ ആയി അറ്റൻഡ് ചെയ്തപ്പോഴേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത് സ്കോർ വീഴും, MCQയിലായാലും മാർക്ക് വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ 440 അത്രയും മാർക്കൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ റിസൾട്ട് വന്ന് നോക്കിയപ്പോൾ ഇതേപോലെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ വേറൊരു സ്റ്റുഡന്റിനും ഏകദേശം എനിക്ക് വന്ന സിമിലർ എസ്സെയാ ചോദിച്ചത്. അപ്പൊ അവൾക്കും കുഴപ്പമില്ല, സിമ്പിളാന്നൊക്കെ പറഞ്ഞ് അറ്റൻഡ് ചെയ്തിയ കോൺഫിഡൻസ് ആ ഒരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് അവള് റിസൾട്ട് വന്ന് നോക്കിയപ്പോൾ അവള് ഫെയിൽ ആയി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്റെ കോൺഫിഡൻസ് പോയി. സെയിം എസ്സേ വന്നു, ഇതും പോയി. ഇനി ഇത് നോക്കാനുള്ളൊരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് എന്തായാലും നോക്കിയല്ലേ പറ്റുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ 440 കണ്ടപ്പോൾ തന്നെ എന്റെ കണ്ണ് തള്ളി. അത് അൽഹംദുലില്ലാ അത്രയും കിട്ടിയത്. പിന്നെ സെക്കൻഡ് പാർട്ട് 1 എഴുതിയപ്പോഴായിരുന്നു എന്റെ എക്സ്പെക്ടേഷൻ നേരെ എല്ലാം തിരിഞ്ഞുപോയി. എനിക്ക് അത്യാവശ്യം നല്ല ടഫായിരുന്നു. കാരണം ചില സെക്ഷൻ ഇയും എഫും ഈ 2 സെക്ഷൻസിന് മാത്രം കുറേ തിയറി ക്വസ്റ്റ്യൻസും, അതും അധികം നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയായിരുന്നു അതിൽ വന്നത്. അപ്പൊ അതില് MCQ സെക്ഷൻ എനിക്ക് നല്ല ടഫായിരുന്നു. എസ്സേ വിൻഡോ നമ്മൾ ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് ഡേറ്റ് എടുത്തോണ്ട് എസ്സേ ഓൾമോസ്റ്റ് എല്ലാം അറിയാവുന്നതുകൊണ്ട് എസ്സേ കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. ബട്ട് എന്നാലും റിസൾട്ട് വരുമ്പോൾ 360 ആണ് നമുക്ക് പാസ് ആവേണ്ടത്. ഞാൻ 350 പൊട്ടും എന്നായിരുന്നു എന്റെ മനസ്സിൽ ഇതായിരുന്നത്. പിന്നെ
പ്രാർത്ഥിക്കുക, അതന്നെ ഉള്ളൂ, പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, അങ്ങനെ. ഇവള് ഭയങ്കര സ്പിരിച്വലായി എന്നൊക്കെ കേട്ടെ. ഇവള് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ പാസ്സായിട്ട് സ്റ്റോറി കണ്ടില്ലല്ലോ? സാറേ ഞാൻ 7 മാസമായിട്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ അപ്പോൾ ഇടുന്നില്ല, സ്റ്റോറി ഇടുന്നില്ലേ ചോദിച്ചു. അപ്പോൾ പറയാം, സാറേ ഞാൻ ഇനി ഒരു സ്റ്റോറി ഇടുന്നുണ്ടെങ്കിൽ അത് ഞാൻ പാസ്സായതിൻ്റെ സ്റ്റോറിയേ ഇടുള്ളൂ എന്ന് ഞാൻ 7 മാസം മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പുതിയ ഫോണും ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഐഫോൺ കിട്ടിയിട്ട് അതിൽ ഫസ്റ്റ് സ്റ്റോറി ഇടുള്ളൂ എന്ന് പറഞ്ഞു. അതിന് സ്റ്റഡി ലീവ് തുടങ്ങിയ സമയത്ത് നമുക്ക് ഒന്നാമതേ പഠിക്കുന്ന സമയത്ത് ഒരു ഡിസ്ട്രാക്ഷൻ പാടില്ലല്ലോ. സ്റ്റഡി ലീവ് തുടങ്ങി ഇൻസ്റ്റ എടുക്കുമ്പോൾ പിള്ളേരുടെ സ്റ്റോറി, കോളേജിലല്ലോ ഫ്രണ്ട്സ്, ഓരോ ഡേയും ഓരോ റീലും ഓരോ ഇത് കാണുമ്പോൾ പഠിക്കാനുള്ള മൂടേ പോകും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇൻസ്റ്റ തുടങ്ങിയിട്ട് എനിക്കത് ഡിസ്ട്രാക്ഷൻ ആവും, അത് മാറ്റിയാലേ എന്റെ പഠനം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിപ്പോ നിർത്താൻ നേരത്തെ ഞാൻ 2-3 ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ സ്റ്റോറി കാണുകയാണെങ്കിൽ ഞാൻ പാസ്സായിട്ടേ വരുള്ളൂ. അപ്പൊ ചിലർക്ക് ഒരു പുച്ഛം ഉണ്ടായിരുന്നു, നീയല്ലേ ഇപ്പൊ 2 പോയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ നീ തിരിച്ചു കയറും എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും എടുക്കണമെങ്കിൽ ഇനി എന്തായാലും ക്വാളിഫൈഡ് ആയിട്ടേ എടുക്കുള്ളൂ എന്ന്. ആ ഒരു ഇതില് കളഞ്ഞതാണ്. ഇപ്പം നമ്മുടെ എന്താണ് ഇവരുടെ ഈ പാസ് ചെയ്യുന്നത്, എനിക്കൊന്ന് രാജുവിൻ്റെ ഒരു ലേണിംഗ് മെത്തഡോളജി ഉണ്ട്. രാജു പൊതുവെ ഇവൻ്റെ കൂടെ കോളേജിൽ ഒരുമിച്ച് പഠിച്ച കുറേ ആൾക്കാരുണ്ട് ഇവൻ്റെ കൂടെ വന്ന. അപ്പോൾ ഇവൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പഠിക്കലാണ്. അത് എങ്ങനെയാടാ നിനക്കിപ്പോൾ അപ്കമിങ് CMA ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഒരു ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നിന്റെ ഞാൻ ഇന്നുകൂടി ക്ലാസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഞാൻ ഇന്ന് ഇവൻ്റെ എക്സാമ്പിൾ പറഞ്ഞു ക്ലാസ്, അതിന് ശേഷമാണ് ഇവനെ കണ്ടത്. അപ്പോൾ ഇവനെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ പോലും മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് സ്വയം എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ലൊരു മെത്തേഡാണത്. അപ്പോൾ അതായിരിക്കുമല്ലേ സക്സസിൻ്റെ ഒരു പിന്നിൽ? തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ നോളജ് കൂടിയാണ് ഇമ്പ്രൂവ് ആവുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അവർ അതുകൂടി ഡൗട്ട് ചോദിക്കുമ്പോൾ ആ നോളജ് കൂടി നമുക്ക് കിട്ടുകയാണ്. പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് തെറ്റായിരിക്കും, അത് മറ്റുള്ളവർ ക്ലിയർ ചെയ്ത് വരുമ്പോൾ അവരുടെ പേഴ്സ്പെക്റ്റീവും കൂടി കിട്ടും. അല്ല, ഇവൻ പഠിപ്പിച്ച എല്ലാവരും പാസ്സാവുകയും ചെയ്ത് ഇവന്റെ കൂടെ വന്നേ. നമ്മളൊരു 5 പേരാണ് വന്നത്. അതിൽ ഒരാൾ മാത്രമേ ഒരു പാട്ട് കൂടി എഴുതാനുള്ളൂ. ബാക്കി എല്ലാവരും ക്വാളിഫൈഡ് ആയി. ഒരു പഠിപ്പിക്കൽ നിർത്തിയില്ല, ഇപ്പോഴും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇംഗ്ലീഷൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഏത് ഡൗട്ട് ക്ലിയറൻസാ? അല്ല, ഇംഗ്ലീഷൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ്, അതുകൊണ്ട് തന്നെ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. കുറച്ച് സ്കില്ലും. പിന്നെ എന്താണ് അർഷാദ് സാർ, ഈ പാസ്സായി വരുന്ന കുറേ കുട്ടികൾക്കുള്ളൊരു തെറ്റായൊരു തെറ്റിദ്ധാരണ ഉണ്ട്. CMA പഠിച്ചിട്ട് 1 ഇയർ കൊണ്ട് ഒരുപാട് നമ്മൾ മാർക്കറ്റിംഗ് ഇതൊക്കെ കാണുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സർട്ടിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും വേണ്ടേ? തീർച്ചയായിട്ടും. അതായത് 2 പേപ്പർ പാസ് അല്ലെങ്കിൽ 2 പാർട്ട് പാസ്സാകുന്നതുകൊണ്ട് ഒരിക്കലും ഒരാൾ ആ ഒരു സർട്ടിഫിക്കേഷനിലേക്കുള്ള ഒരു പടി കഴിഞ്ഞു, ക്വാളിഫൈഡ് ആയി, ജസ്റ്റ് ക്വാളിഫൈഡ്. ഇനി അയാൾ അടുത്ത മാസം തന്നെ ലക്ഷങ്ങൾ സാലറി ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, അത് വർക്ക് ചെയ്യണം. ഇപ്പൊ ഏത് കോഴ്സായാലും CA ആയാലും എനിക്കൊന്ന് 2-3 ഇയേഴ്സ് ആർട്ടിക്കിൾഷിപ്പ്. 2 ഇയേഴ്സ് ആർട്ടിക്കിൾഷിപ്പ്. CMA ഇന്ത്യക്ക് 1.5 ഇയർ 15 months അല്ലേ CS-ന് ACCAക്ക്. അതുപോലെ CMA ഇന്ത്യക്ക് 2 ഇയർ എക്സ്പീരിയൻസ്. പക്ഷെ അതെല്ലാവരും മറക്കുകയാണ് അല്ല. ഇവരുടെ കൂടെ പാസ്സായ കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇനി ആർട്ടിക്കിൾഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്യാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഇത് കഴിഞ്ഞു, 2 എക്സാം പാസ്സായി ജോലി. നമുക്ക് മാർക്കറ്റിൽ റെക്കോർഡ് ആയിട്ടുള്ള സ്കില്ലുണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യണ്ടേ. തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഓക്കെയാണ്, അല്ലാത്തതാണ് ഞാൻ പറയുന്നത്. ശ്രീരാമ ഈ ബോത്ത് എഴുതിയില്ലായിരുന്നെങ്കിൽ, സിംഗിൾ ഗ്രൂപ്പായിട്ട് എഴുതിയെങ്കിൽ നീ ഇപ്പോഴും സ്റ്റിൽ അടുത്ത ഗ്രൂപ്പിന് വേണ്ടി പ്രിപ്പറേഷനിലോ അല്ലെങ്കിൽ അടുത്ത റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ്, ഈ ഒരു അവസ്ഥയിലായിരിക്കും അല്ലേ? ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ നീ ഇപ്പം അന്ന് ആ ഡിസിഷൻ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒന്നുകിൽ ഈ ഒക്ടോബറിൽ ഒരു ഗ്രൂപ്പ് എഴുതി, അടുത്ത Jan-Feb അടുത്ത ഗ്രൂപ്പ് എഴുതി. ഇപ്പം നിനക്കൊന്ന് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മുടെ അന്ന് ഇൻസ്റ്റാഗ്രാം ലൈവ് വന്നപ്പോൾ തന്നെ അതിൻ്റെ കമൻറ്റ്, ഞാൻ ബോത്ത് എഴുതണം, എന്താണ് റിസ്ക് ആണോ, റിസ്ക് കുറവാണോ, എന്താണ് നിൻ്റെ ഒപ്പീനിയൻ? എന്താ റിസ്ക് ആണോ? ആ ടൈമിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമ്മുടെ ക്ലാസ് ആണ്, ഇപ്പം മേലായിരുന്ന ക്ലാസ് ആണ്, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം വേണമെങ്കിൽ May-June എഴുതാം, May-June എഴുതിയിട്ട് September October എഴുതാം. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് അത്ര ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നു. ഇപ്പം May-June എഴുതി കഴിഞ്ഞിട്ട് അടുത്തൊരു പാർട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ September October എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും ടിൽ ജൂലൈ, ഇപ്പം ജൂണിൽ എഴുതുന്നെങ്കിൽ നമുക്ക് August വരെ വെയിറ്റ് ചെയ്യണം. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ വെച്ചാൽ നടക്കത്തില്ല. അതേ സെയിം കേസ് ഇപ്പം September October ഫസ്റ്റ് പാർട്ട് എഴുതി അടുത്ത പാർട്ട് എഴുതാൻ നിൽക്കുന്ന കുറേ ആൾക്കാരൊരു പ്രശ്നം എന്ന് വെച്ചാൽ
ആ റിസൾട്ടിൻ്റെ ടെൻഷൻ കാരണം പഠിക്കാൻ പറ്റത്തില്ല. അപ്പം നെക്സ്റ്റ് റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നപ്പം ഇനിയിപ്പം റിസൾട്ട് വന്ന് ഇത്രയും ടെൻഷൻ അടിച്ചാൽ ഒന്ന് റിലാക്സ് ആവാം. അപ്പോഴത്തേക്കും നീ ഇനിയിപ്പം ജാൻ ഫെബ്രുവരി എഴുതണം, ആദ്യം ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. ടൈം ആകുമ്പോഴത്തേക്കും വേണ്ട, ഇനിയിപ്പം നമുക്ക് മെയ് ജൂണിലാക്കാം. ആ ഒരു മൈൻഡ് സെറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അറിയാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടൈം ഉണ്ടെങ്കിൽ ഇപ്പം ഏപ്രിലിൽ ക്ലാസ് ചേർന്നു, മെയ് ജൂണിൽ തന്നെ ബോത്ത് ചെയ്താൽ ആ ടൈമിലൊരു ഉറപ്പായിട്ടൊരു റെസ്ട്രിക്ഷൻസ് വരും. ഏകദേശം എത്ര ദിവസം, ഒരു മാക്സിമം ഒരു 120 ഡേയ്സ് അല്ലെങ്കിൽ 120 ഡേയ്സിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ബോത്ത് എഴുതിക്കൂടെ? എഴുതാം. പക്ഷെ എന്തായാലും എനിക്കത് ഇച്ചിരി റിസ്ക് ആയിട്ട് തോന്നിയായിരുന്നു ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ. അല്ല, റിസ്ക് ആയിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഈ ക്ലാസ് ടൈം തന്നെ പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികൾക്ക് റിസ്ക് ആയിരിക്കും. ക്ലാസ് ടൈം ഒന്നും നോക്കാതെ സ്റ്റഡി ലീവിന്റെ സമയത്ത് ബോത്ത് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യണം, നേരത്തെ പ്ലാൻ ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആ ഒരു സ്റ്റഡി പ്ലാനിൽ പോവുകയാണെങ്കിൽ ബോത്ത് സുഖമായിട്ട് പാസ്സാൻ പറ്റുന്നുള്ളൂ. ഒരു പാർട്ടിന്റെ ക്ലാസ് തീരുമ്പോഴേക്ക് അപ്പോൾ ഇപ്പം നമ്മൾ റിപ്ലൈയിലൊക്കെ ഇപ്പം എല്ലാവരും സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട് കഴിഞ്ഞ് അടുത്ത പാർട്ട് തുടങ്ങുന്ന സമയമാണ്. നമ്മളിപ്പോൾ കൂടുതൽ ക്ലാസ്സിൽ പറയുന്നതും ബോത്തിനെ പറ്റിയാണ്. അപ്പോൾ പാർട്ട് 2 തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പാർട്ട് 1 ഏത് പാർട്ടാണോ അത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മൾ ബോത്ത് എഴുതും. പക്ഷെ ആ പാർട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്റ്റഡി ലീവ് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പഠിക്കാം, റിവൈസ് ചെയ്ത് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോവുക വേണ്ടു. ഇതെല്ലാവരും ആ ലാസ്റ്റത്തെ സ്റ്റഡി ലീവിന് എന്തോ മിറാക്കിൾ സംഭവിക്കുന്നു വിചാരിക്കും. അവിടെയാണ് ആ ഒരു മിസ്റ്റേക്ക് എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ പാർട്ട് 2 നമുക്ക് ക്ലാസ് തുടങ്ങിയപ്പം പാർട്ട് 1 ആക്ച്വലി തൊട്ടിട്ടില്ല. അപ്പം എൻ്റെ ഒരു ലക്നം വെച്ച് ഇപ്പം നമുക്ക് ഇപ്പം ക്ലാസ്സിന് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അത്രയും ടൈം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ സാർ പറഞ്ഞ പോലെ ആ മെയ് ജൂൺ വിൻഡോയിൽ നോക്കിയായിരുന്നെങ്കിൽ 120 ഡേയ്സ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എഴുതുമായിരിക്കും. പക്ഷേ ചാൻസസ് ആർ വെരി ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പം 2 പാർട്ടും പാസ്സായി. പക്ഷെ ഞാൻ ഒരു മിസ്റ്റേക്ക് ഇപ്പം ഞാൻ കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യം തന്നെ, ഒരു പാർട്ട് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് പഠിക്കാൻ തുടങ്ങണം. എന്നുവെച്ചാൽ അടുത്ത പാർട്ട് തുടങ്ങുമ്പം ആ തീർന്ന പാർട്ട് റിവൈസ് ചെയ്യണം. ബിക്കോസ് ഞാൻ ചെയ്തില്ല. അപ്പോൾ സ്റ്റഡി ലീവ് തുടങ്ങിയപ്പം എനിക്ക് കുറേ മറന്നു, കോൺസെപ്റ്റ്സ് മറന്നു. പാർട്ട് 1 പാർട്ട് 2 പിന്നെ നമ്മുടെ ക്ലാസ് ആ കണ്ടിന്യൂഷൻ ഉണ്ടായിക്കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പാർട്ട് 1 കുറേ മറന്നുപോയി. അപ്പം സാറ് സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് തുടങ്ങിയപ്പം പാർട്ട് 1 ആയിരുന്നു സ്റ്റാർട്ടിങ്. തുടങ്ങിയപ്പോഴത്തേക്കും കുറേ കോൺസെപ്റ്റ്സ് മറന്നു. അപ്പോൾ വീണ്ടും വീഡിയോ ക്ലാസ് കാണണം, ടെക്സ്റ്റ് വായിക്കണം, പിന്നെ കോൺസെപ്റ്റ്സ് ക്ലാരിഫൈ ആയാലേ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ പറ്റും. ഒരുപാട് ടൈം എടുക്കും. ഒരുപാട് ടൈം പോയി. സാറിൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ട് 3 to 4 times ഹോക്ക് ആൻഡ് ക്ലൈം ആയിരുന്നു ആ പ്ലാനിൽ പറഞ്ഞത്. പക്ഷെ എനിക്ക് 2 times ഹോക്കും 2 times ക്ലൈമേ ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് ഓഫ് ദിസ് റീസൺ. അപ്പം അല്ല, പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നീ ക്ലാസ് ടൈം സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട് ക്ലാസ്. പക്ഷെ അത് പാർട്ട് 2 എടുത്തപ്പം പാർട്ട് 2 നല്ല ഫോക്കസ് ചെയ്തു. പക്ഷെ പാർട്ട് 1 ഒന്ന് സൈഡിലോട്ടാക്കി. അപ്പോൾ ആ ഒരു പ്രശ്നം എനിക്ക് വന്നായിരുന്നു. പിന്നെ ഇപ്പം അതൊരു പ്രശ്നമല്ലല്ലോ. അതായത് പാർട്ട് 1 എല്ലാവരും ഫസ്റ്റ് വരികയല്ലേ, ആദ്യമായിട്ട് CMA ഇരിക്കുകയാണ്. അപ്പോൾ അവർ നമ്മളെ ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലോട്ടൊന്നും എത്തൂല. പക്ഷെ പാർട്ട് 2 തുടങ്ങുന്ന സമയത്ത് അവരെല്ലാവരും ട്രാക്ക് കയറി. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ട്രിപ്പിളിൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ട് നമ്മൾ വീക്കിലി 6 days ഒന്നും ക്ലാസ് പോയില്ല. ഇതിലൊരു 3 to 4 days പിന്നെ പഠിക്കാനുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു വീക്കിലെടുത്ത ക്ലാസ് ആ ഒരു വീക്കിൽ തന്നെ സോഫ്റ്റ്വെയർ കഴിയുന്നു, അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നു. പഠിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്റ്റഡി ലീവിനൊന്നുമില്ല പഠിക്കാൻ, ജസ്റ്റ് റിവൈസ് ചെയ്യും. ശരിക്കും അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാണെങ്കിൽ ഈ ശ്രീറാം പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഒരു പാർട്ട് എഴുതി എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വന്ന് അടുത്തത് ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അടുത്ത വിൻഡോ അങ്ങ് തീരും. ആ വിൻഡോ സ്കിപ്പ് ചെയ്യുന്നതാണ് മെജോറിറ്റി ആൾക്കാരും എല്ലാവരും. അതുകൊണ്ട് ഒരു ഹിസ്റ്ററി നോക്കി അങ്ങനെയാണ്. തികയാത്തതുകൊണ്ട് നെക്സ്റ്റ് വിൻഡോ സ്കിപ്പ് ചെയ്യും. ഈ വേറൊരു സംഭവം ചോദിക്കട്ടെ, 3 ആൾക്കാരോടും കൂടിയാണ്. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ CMA അത് ട്രിപ്പിൾ ചൂസ് ചെയ്തത് വേർത്താണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അതെ, വർത്താണ്. കാരണം ഫാക്കൽറ്റീസൊക്കെ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് നേരത്തായാലും അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെൻ്റലി നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ തന്നെ നമ്മളെ വിളിച്ച് കോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന്, ടെൻഷനൊന്നും അടിക്കുന്നുണ്ട, നന്നായിട്ട് എഴുതണം എന്നൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് ശരിക്കും വർത്താണ്. കാരണം നിങ്ങൾ സാർമാരുടെ അടുത്ത് നിന്നാണ് ഫസ്റ്റിൽ ഈ ബോത്ത് ചെയ്ത എന്നുള്ളൊരു പ്ലാൻ കിട്ടിയത്. എനിക്ക് തോന്നുന്നില്ല വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇങ്ങനെ നമുക്കൊരു ഒന്ന് പുഷ് ചെയ്ത് നമുക്കൊരു മോട്ടിവേറ്റ് ആക്കി നമ്മൾ ബോത്ത് ചെയ്തു എന്ന് എനിക്ക് പേഴ്സണലി തോന്നല്ല. ഇപ്പം നമ്മൾ ചോദിച്ചാലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഓൾറെഡി പാസ്സായ സ്റ്റുഡൻസ് ഞാൻ ബോത്ത് ചെയ്തതിനെ പറ്റി ചോദിച്ചപ്പോൾ അവരൊന്നും അത്രയും സപ്പോർട്ട് അല്ലായിരുന്നു. അവർ റിസ്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴും സാറുമാരും പാരൻസ് ഒക്കെയാണ് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നത്. അത് ഈ ട്രിപ്പിൾ വന്നുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെ
സാർമാർക്കും അറിയാലോ ഞാൻ ഡെയിലി ഡൗട്ട് ചോദിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. സാറിന്റെ അടുത്തായാലും ഇവളുടെ കാര്യത്തിൽ നമ്മൾക്കൊന്നും വലിയ ഡൗട്ട് ഇവര് മൂന്നാളും കോമൺ ആയിട്ടൊരു സാധനം, ഇവര് ഡൗട്ട് വെച്ചിട്ട് പിറ്റത്തെ ദിവസം ക്ലാസ്സിൽ വരില്ല. വരില്ല. ആ സാധനം അന്ന് ക്ലിയർ ചെയ്യുക. ക്ലിയർ പക്ഷെ ചെയ്തില്ല. അങ്ങനെ ചോദിക്കുന്നവര് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ചില കുട്ടികൾക്ക് ഒരു തെറ്റിദ്ധാരണയാണ്, ഞാൻ ചോദിച്ചാല് പൊട്ട ചോദിച്ചാ ഡൗട്ടാവോ, മണ്ടത്തരാവോ. മണ്ടത്തരാവോ. അതൊക്കെ വെച്ച് അവിടെ ഇരിക്കുള്ളൂ. ശരിക്ക് ഇവരുടെയൊക്കെ ക്ലാസ്സിൽ എടുക്കുമ്പോൾ അർഷാദ് സാറിന് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവല്ലോ. ഇവര് വൈകുന്നേരം ഇരിക്കും, വൈകുന്നേരം കുറച്ച് സമയം ക്ലാസ്. അല്ല, ഇവളൊക്കെ ചില ഡൗട്ടൊക്കെ ചോദിച്ചാൽ ആർഗ്യൂ ചെയ്യും. അതായത് അതെന്താ അങ്ങനെ, അവിടെ വാസല്ല വേണ്ടത്, സെന്റൻസ് ഇതല്ലേ, വേർഡ് ഇതല്ലേ, ഇങ്ങനെ ആർഗ്യൂ ചെയ്യും. പിന്നെ ലാസ്റ്റ് മനസ്സിലാവും സംഭവം ശരിയാണ്. പക്ഷെ അത് രസമായിരുന്നു. നമ്മളും ചിലപ്പോൾ ചില ഡൗട്ട് തീർക്കുമ്പോൾ നമ്മളും അറിയാതെ ഇങ്ങനെ ബോൾഡായിട്ട് സംസാരിക്കും. അപ്പൊ അതൊരിക്കലും ചൂടാവുന്നില്ല, നമ്മളാ സ്പിരിറ്റിലേക്ക് കയറുന്ന. നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ കംഫർട്ട് കൊണ്ടാണ് ഒന്നാമത് നമ്മൾ ചോദിക്കണത്. നമുക്കൊരു സാർമാരുടെ അടുത്ത് പേടിയുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചോദിക്കൂല, മനസ്സിൽ വെച്ചിട്ട് പോകും. അബ്ദു സാർ മോർ അതാ ഞാൻ പറയണ, ടീച്ചേഴ്സിനുപരി ശരിക്കും നമുക്കൊരു ഫ്രണ്ട്സ് പോലെ നമുക്ക് ആ ഒരു വൈബിൽ നിങ്ങളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമുക്കൊരു പേടിയോ നിങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് ശരിക്കും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ്ലി നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തും ഒരു ഡൗട്ട് ചോദിച്ചിട്ടില്ലേ, നിങ്ങൾ ആ വേ ഓഫ് രീതി ഉണ്ട്, അത് നമുക്ക് ക്ലിയർ ആക്കി തന്നെ നമുക്ക് ആ കോൺസെപ്റ്റ് പക്ക ആവണ വരെ നിങ്ങൾ പറഞ്ഞുതരും. അത് ഞാൻ നോക്കിയപ്പോ എത്ര തവണ വേണമെങ്കിലും എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും നമുക്ക് ആ കോൺസെപ്റ്റ് പക്ക ആവണ വരെ സാറുമാര് നിന്ന് പറഞ്ഞുതരും. ഇടയ്ക്ക് ഇപ്പൊ അബ്ദു സാറിനായാലും ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് ഒരു ടോപ്പിക്ക് കിട്ടാണ്ടാവുമ്പോൾ സാറിന് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ. ഒരു സാർ വിളിച്ച് ചോദിക്കും, ഇർഫാന നിങ്ങൾക്ക് ആ ടോപ്പിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് വന്നിട്ട് സാർ എന്നിട്ട് അടുത്ത് വന്ന് പറഞ്ഞു തന്നത് അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർഷാദ് സാറിന്റെ അടുത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ എന്തോ ഡൗട്ട് ചോദിച്ചു, സാർ അപ്പൊ തന്നെ പോയി ലാപ്ടോപ്പ് എടുത്തോണ്ട് വന്നിട്ട് ഇങ്ങനെ ഇതല്ലേ നീ ചോദിച്ച ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മൾ ഓരോ ഡൗട്ട് ചോദിക്കുമ്പോൾ അത് പക്കയായിട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ടേ സാർമാര് വിടുള്ളൂ. അല്ലാണ്ട് നീ സ്വയം റെഫർ ചെയ്ത് പഠിക്കി അങ്ങനെ ഒരു ഇതില്ല. നമ്മളൊരു ടീച്ചേഴ്സിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് എന്താണോ അത് കറക്റ്റ് ഇവിടുത്തെ ഫാക്കൽറ്റീസിന് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് സ്റ്റുഡൻസ് ഇവിടുത്തെ ഫാക്കൽറ്റീനെ പറ്റി ചോദിക്കുമ്പോഴും എനിക്ക് ഒരു പേടിയില്ലാണ്ട് ഞാൻ പറയും, അവിടെ അർഷാദ് സാറുണ്ട്, അബ്ദു സാറുണ്ട്, ഈ സാർമാരുണ്ടെങ്കിൽ പക്കയാണ്, നിങ്ങൾ എടുത്തോ, പേടിക്കണ്ട. നമുക്ക് വേണ്ട ഒരു ഇത് അവരുടെ അടുത്ത് എന്തായാലും കിട്ടും. അത് എനിക്ക് ആ കോൺഫിഡൻസ് ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാൻ തോന്നിയത് നിങ്ങളാ ചെയ്ത തന്ന ഒരു മോട്ടിവേഷനൊക്കെ കൊണ്ടാണ്. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത്രയും പറയുമ്പോ ഇത് ശരിക്കും പറഞ്ഞാല് നിങ്ങൾക്ക് നമ്മൾ ഔദാര്യമായിട്ട് ചെയ്തിരുന്നല്ല, അവകാശമാണ്. നമ്മൾ ചെറിയൊരു എഫേർട്ട് എടുക്കുന്നുള്ളൂ. ഇവരെ എഫേർട്ടിന്റെ വെച്ച് പ്രൊപ്പോഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. പിന്നെ ഇവര് എപ്പോഴും ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് അല്ലേ രസം പഠിപ്പിക്കാൻ. ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലേ ഈ ഡൗട്ട് മറ്റുള്ളവരും ഡൗട്ടായിരിക്കും, പക്ഷെ അത് ചോദിക്കില്ല. പിന്നെ ഇർഫാനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, നമ്മളെടുത്ത എഫേർട്ട് ഇവരെ എഫേർട്ട് എടുത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. ബാക്കി നല്ലപോലെ എഫേർട്ട് എടുക്കുന്ന വേണം. അല്ല, എന്താണ് ക്ലാസ്സിൽ പൊതുവേ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല ആക്റ്റീവായിട്ടുള്ള ബാച്ചസ് ചിലത് വരും. കുറച്ച് ആൾക്കാർ മതി, എല്ലാവരും ആവണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ക്ലാസ്സിൽ ചിലപ്പോൾ ഇർഫാനൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഫ്രണ്ടിലിരുന്ന എമൗണ്ട് വിളിച്ച് പറയാൻ എനിക്ക് ഒരാളെ വേണം. 2 പ്രാവശ്യം ചോദിപ്പിക്കാൻ പറ്റില്ല. ചില ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് 2 പ്രാവശ്യം ചോദിക്കണം. ആ എമൗണ്ട് ആണെങ്കിൽ തെറ്റിച്ച് പറയുകയും ചെയ്യും. അല്ലേ, നമ്മൾ ഈ പ്രോബ്ലമൊക്കെ ഇങ്ങനെ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ ഇവരിങ്ങനെ സപ്പോർട്ടോടുകൂടി യെസ് 100,000 200 ഇങ്ങനെ പറയുമ്പോൾ രസമാണ് ചെയ്യാൻ. ആ ബാച്ചിൽ നമുക്ക് ഒരു എക്സ്ട്രാ എക്സാമ്പിൾ കൊടുക്കാനും തോന്നും. പിള്ളേർ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരുന്നാലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്ലാസ് നമ്മളിത് റെക്കോർഡ് ചെയ്തൊന്നും അല്ലല്ലോ, അന്നത്തെ മൂഡിനനുസരിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ 100% കിട്ടണമെങ്കിൽ സ്റ്റുഡൻസും ആക്റ്റീവ് ആവണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ബാച്ചായിരുന്നു. ഇവർ 2 ബാച്ചും അതെ, ഇവർ ബാച്ച് 2 ആണ്, ഇവർ 2 ബാച്ച് 1 ആണ്. 2 ബാച്ചും അടിപൊളിയായിരുന്നു. എന്തായാലും ഇവിടം വരെ ആയില്ലേ. പിന്നെ എന്താണ്, നിങ്ങളിപ്പോൾ CMA ഇപ്പോൾ രാജുവും ശ്രീരാമും ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നതല്ല, നിങ്ങൾക്ക് സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് കിട്ടിയിരുന്നോ? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നോ? ഞാൻ ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു ഡിഗ്രി കഴിഞ്ഞ്. എനിക്ക് ഓൾമോസ്റ്റ് 1 മന്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് കോളേജിലിരുന്ന് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. 6th സെമസ്റ്റർ തീരുന്നതിന് മുന്നേ തീർന്നു കഴിഞ്ഞിട്ടായിരുന്നു. ഞാൻ എല്ലാം ഡിഗ്രി ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം എനിക്ക് അപ്പോഴും സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് കോളേജിലിരുന്ന് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്തപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ടൈം പീരീഡ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു May 31st വരെ. ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 മന്ത് എങ്ങാണ്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടൈം ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് കിട്ടും. രാജുവിനോ സ്റ്റുഡൻറ്? ഞാൻ ഡിഗ്രി കഴിയുന്നതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ, ഇപ്പോൾ ഈ 6th സെമസ്റ്റർ ഒക്കെ തുടങ്ങാൻ പോയല്ലേ, അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും CMA എടുക്കാം. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ
എത്രയും പെട്ടെന്ന് സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് എടുക്കുക. അല്ല, സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് എടുത്താൽ 3 ഇയേഴ്സിനൊക്കെ അല്ലേ? 3 ഇയേഴ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, മറ്റേ നമ്മൾ പ്രൊഫഷണൽ മെമ്പർഷിപ്പിലോട്ട് പോകും. അതിൻ്റെ ഫീസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈ ആണ്. ഭയങ്കര എക്സാം ഫീയും രജിസ്ട്രേഷൻ എല്ലാ ഫീസും കൂടുതലാണ്. ഹൈ ആണ്. അല്ല, കുറെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷന് വേണ്ടി ചെയ്യിക്കുന്നതാണോ ഇത്? എപ്പോഴും സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് സ്റ്റുഡൻസിന് എപ്പോഴും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ്. തന്നെയാണ്. ഇർഫാനൊക്കെ സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് തന്നെയാണോ? അതെ, പ്ലസ് ടു കഴിഞ്ഞുകൊണ്ട്. അല്ല, നിനക്ക് ശരിക്കും എത്ര വയസ്സായി? എനിക്ക് 19 വയസ്സ്. 21 വയസ്സൊന്നും വേണ്ട സെറ്റ് ആവാൻ. രാജുനോ? എനിക്ക് 22. 22. ശ്രീരാമും സെയിം 22. കറക്റ്റ് ടൈമിനെല്ലാം ശരിയായ പ്ലാനിൽ തന്നെ നടന്നല്ലേ? അപ്പോൾ നിങ്ങൾ 3 ആൾക്കാർക്കും കൺഗ്രാസ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റാത്ത 2 ആൾക്കാരുണ്ട്. ഒരാള് സ്പെഷ്യലി ഓൺലൈനാണ്, ഓൺലൈനിൽ ഇരുന്ന് എഫേർട്ട് എടുത്ത് പഠിച്ച ആൾക്കാരാണ്. ഷഹന, അതുപോലെ അസ്ന, 2 ആൾ പുറത്താണ്, അതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. സോ അവർക്കും കൺഗ്രാറ്റ്സ്. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ബോത്തൊക്കെ എഴുതി അടിപൊളിയായിട്ട് തന്നെ പാസ്സാവണല്ലേ? അതല്ലേ നിങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ അല്ലേ? പ്ലസ് ടു കഴിഞ്ഞ ആരെങ്കിലും ഡൗട്ട് അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റാൻ നിങ്ങൾക്കും പറ്റും. വേറെ ആരെയും ഒപ്പീനിയൻ ഒന്നും കേൾക്കാൻ നിൽക്കണ്ട. പ്ലസ് ടു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ കേൾക്കും, കോളേജ് മിസ്സാക്കും, വെറുതെ എടുക്കണ്ട, അങ്ങനെ കുറേ പേര് ചിലപ്പോൾ ഡിമോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവും. ബട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും എടുത്തോ, വർത്താണ്. ഇപ്പം ഞാൻ ക്വാളിഫൈഡ് ആയതുകൊണ്ട് ഞാൻ പറയാണ്, ചൂസ് ചെയ്ത ബെസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ പറയാ, ഒരു ടെമ്പററി ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യരുത്. പിന്നെ ബോത്ത് പാർട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഡെയിലി ക്ലാസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൂ.